ഇന്ന് നമുക്ക് സൂപ്പറായിട്ടൊരു തക്കാളി വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കിയാലോ. തക്കാളി ചട്നിന്നോ തക്കാളി കറിയെന്നോ എന്ത് വേണമെങ്കിലും ഇതിന് വിളിക്കാം. തക്കാളി കറി അല്ലെങ്കിൽ ചട്നി, ഒരു അച്ചാറ് രൂപത്തിലാണ് ഇത് ഉണ്ടാവുന്നത്. എന്നാലും ചോറിൻ്റെ കൂടെയായാലും ചപ്പാത്തിയുടെ കൂടെയായാലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു തക്കാളി വെച്ചിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് പെരിഞ്ജീരകം, എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് പെരിഞ്ജീരകം, ചെറിയ ജീരകമല്ല കേട്ടോ, പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ഇഞ്ചി കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് കേട്ടോ, ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിലൊക്കെ തീ ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ച ഒരു കളറ് മാറുന്നത് വരെ, അല്ലാതെ ഒരു ബ്രൗൺ ആയിട്ട് വരുന്നത് വരെ ഒന്നും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. അതിലേക്ക് ഞാൻ ഒരു ചെറിയ കുഞ്ഞ് പച്ചമുളക് ചെറിയ ചെറിയ പീസ്, ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പച്ചമുളക് ഇതിന് വേണമെന്നൊന്നുമില്ല, എന്നാലും ഞാനൊരു ചെറിയൊരു പച്ചമുളക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നീട് അതിലേക്ക് നമുക്കിനി വേണ്ടത് തക്കാളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസല്ല, അത്യാവശ്യം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ്. പഴുത്ത തക്കാളി ആണെങ്കിൽ പോലും കൂടുതൽ പുളിയൊന്നും ഇല്ലാത്ത തക്കാളിയാണ് കേട്ടോ വേണം കേട്ടോ എടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1.5 ടീസ്പൂണ് മുളക് പൊടി. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണ് താല്പര്യമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതൊരു ലൈറ്റായിട്ടൊരു മധുരവും ലൈറ്റ് പുളിയും ലൈറ്റ് എരിവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി, ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കൂലേ, അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. തീ എപ്പോഴും കുറച്ച് തന്നെ വെക്കുക. തീ കൂട്ടി ഈ ഒരു റെസിപ്പി തീരുന്നത് വരെ നമ്മൾ കുറച്ച് മീഡിയത്തിൽ തന്നെ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ സിമ്മിൽ വെച്ചാലും മതി. അത്രയേ തീയുടെ ആവശ്യമുള്ളൂ, കൂടുതൽ തീയുടെ ആവശ്യമില്ല. പിന്നെ ഇത്തിരി ഗരം മസാലപ്പൊടിയും കൂടെ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു നല്ല അത്യാവശ്യം വലുപ്പത്തിനുള്ള നല്ല പഴുത്ത തക്കാളിയാണ്, അതൊരു മീഡിയം സൈസ് വലുപ്പത്തിൽ അരിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെക്കുക കേട്ടോ. ഒരു മിനിറ്റ് 1.5 മിനിറ്റ് അടച്ച് വെക്കാൻ. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടച്ചെടുക്കാനുള്ള പാകത്തിലായിട്ടുണ്ടാവും. ഒരു തരി പോലും ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഒരു തരി പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. മീഡിയം അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് എടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് ആവി കയറി വരുമ്പോഴത്തേക്കും തന്നെ ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഉടഞ്ഞ് കിട്ടും. ഇതാ നമ്മളിപ്പോൾ കണ്ടോ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല വെന്തിരിക്കണം കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ ഉടച്ചെടുക്കാം കേട്ടോ. കണ്ടോ തൊടുമ്പോഴത്തേക്കും ഇങ്ങനെ ഉടഞ്ഞുടഞ്ഞ് പോവും. ഇതിൻ്റെ തൊലി ആ ഒരു ടൈമിൽ ആവശ്യമില്ലാത്തവർ ആ തക്കാളിയുടെ തൊലി ഒന്ന് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. ഇത്തിരി നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇത്തിരി കറിവേപ്പിലയും, പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ് കേട്ടോ. ഇതെന്തായാലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ സോസ് ഒരു ചെറിയ ബൗളിലെടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അപ്പാട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തക്കാളി
ചട്നിയോ കറിയോ അച്ചാർ എന്ത് വേണമെങ്കിൽ ഇതിന് എന്ത് പേര് വിളിച്ചാലും ഇതിന് നല്ലൊരു യോജിച്ച് നിൽക്കും കേട്ടോ. അപ്പം നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഇത് ഉച്ചക്കലത്തെ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു മധുരവും പുളിയും എരിവും ഒക്കെ ഉള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും ടൊമാറ്റോ സോസ് ഒഴിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ